ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ്. എന്നാൽ ഈ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് 250 ml വരുന്ന കപ്പ്, മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം, നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട്, നുറുക്ക് ഗോതമ്പ് ഒന്ന് നന്നായി കുതിർന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ ആറി, കണ്ടോ, നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലോട്ടൊന്ന് അരിച്ച് മാറ്റി ഇതുപോലെ ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് ഇതിനകത്തുള്ള വെള്ളം ഒന്ന് അത്യാവശ്യം ഉള്ളത്, ഒത്തിരി എല്ലാം അങ്ങ് വാർന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കുറച്ചങ്ങ് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഈ അരിപ്പയിലൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ്, കുതിർന്നിട്ട് വന്നിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം, ഒത്തിരി ഒഴിക്കേണ്ട വെള്ളം, കാരണം ഇതിനകത്ത് നുറുക്ക് ഗോതമ്പിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. കാരണം നമ്മളിത് കുതിർക്കാനൊക്കെ വെച്ചൊരു സമയത്തുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അതിനുശേഷം ഒരു ബൗളിനകത്തോട്ട് ഒരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കണം. കാരണം ഇതിൻ്റെ നമുക്ക് തവിട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ പാലാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല കുറുകിയിട്ടുള്ള നമുക്ക് ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. നുറുക്ക് ഗോതമ്പിൻ്റെ പാല് റെഡിയാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വയ്ക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ 400 ml വരുന്ന പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ ഇല്ല, 1/2 ലിറ്ററിന് 100 ml കുറവെന്നുള്ള രീതിയിൽ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതൊക്കെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. കാരണം കുറച്ച് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ, അതായത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുരം അത് മനസ്സിൽ കണ്ടിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഫ്ലെയിം ലോവിലോട്ട് മാറ്റാൻ മറക്കരുത്. ലോവിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇടവിടാതെ നല്ല കുറുകി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് തിക്കാവാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അത് ആ ഒരു സ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ നിന്ന് ഇടയ്ക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റി കുറച്ചൊക്കെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, നമുക്ക് അല്പം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ കുറുകിയിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. അപ്പം ഞാനിതൊന്ന് കണ്ടോ, ഇങ്ങനെ നടുവേ വരയ്ക്കുമ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ച് ഇറങ്ങാൻ പാടില്ല. ആ ഒരു നടുവിൽ വര അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കാണിക്കാൻ, കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ, നല്ല കുറുകി വരുന്ന ഒരു തിക്നെസ്, ആ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഞാനിതിൻ്റെ ഒന്ന് ഇളക്കി കാണിക്കുന്നത് അത് എത്രമാത്രം കുറുകിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ട് പാട കിട്ടും, തരികളൊക്കെ നമുക്ക് കാണും, അല്ലെങ്കിൽ കട്ടകളൊക്കെ കാണും. അത് കുഴപ്പമില്ല, നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ചൂടൊക്കെ ആറി വന്നിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു കുറുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് 1/4 കപ്പ് മാത്രം പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് തണുത്ത പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല കടുത്ത തണുപ്പിലൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലത്തെ കുട്ടി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി ഇതിനകത്തോട്ട്
ഇതിനകത്ത് 2 ഏലക്കയുടെ കുരു, നിങ്ങൾക്ക് ഏലക്കയുടെ കുരുവിന് പകരം വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ സംഭവമാണ് ബീട്രൂട്ട്. ഇത് പുഴുങ്ങിയിട്ടുള്ള ബീട്രൂട്ടാണ്. അതിൻ്റെ ചെറിയ 2 കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ആ ബീട്രൂട്ട് ചേർത്തത് കൊണ്ടാണ് ഇതിന് നല്ലൊരു നിറം കിട്ടിയിട്ടുള്ളത്. ഒരു എസൻസോ ഒരു കളറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ ചിയ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് അതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിനകത്ത് 2 ഗ്ലാസ്സിനകത്തോട്ട് ഇത് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അല്പം പിസ്ത ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടൊന്ന് ചേർത്ത്, അതുപോലെ തന്നെ പുതിനയിലയുടെ കുഞ്ഞ് 2 ഇലകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ മുൻകൂട്ടിയൊക്കെ പറഞ്ഞു വരുന്ന വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കാരണം നമുക്ക് ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വേണമല്ലോ ഈ ഒരു നുറുക്ക് ഗോതമ്പ്. അപ്പം നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നമുക്ക് നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടുന്നുണ്ട്, കിറ്റിലാണെങ്കിലും. ഇനി അതല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പല രീതിയിൽ നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.